അൽപ്പിനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പിശാചിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിരുന്നല്ലോ. ഏതൊക്കെ രീതിയിലാണ് പിശാച് മനുഷ്യനെ തെറ്റിക്കുന്നതെന്നുള്ളതാണ് ഇനിയും നമ്മൾ ചിന്തിക്കുന്ന വിഷയങ്ങൾ. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലെ ദൈവം ഇൻഫ്ലുവൻസ് ചെയ്ത് നമ്മുടെ ജീവിതങ്ങളെയൊക്കെ രൂപാന്തരപ്പെടുത്തി ദൈവത്തിൻ്റെ മക്കളായി കൊണ്ടുപോകാനായിട്ട് ദൈവം ആഗ്രഹിക്കുമ്പോഴേ അതിന് വിപരീതമായി സൈറ്റാനിക് ഫോഴ്സസ് പ്രവർത്തിക്കുകയും തെറ്റിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്ന സാഹചര്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് ബൈബിളിലെ ആ വാക്യം എപ്പോഴും നമുക്ക് പ്രസക്തമാണ്. നിൽക്കുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളട്ടെ, നിൽക്കുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളട്ടെ. എപ്പോഴും അത് പ്രധാനമായിട്ടുള്ളൊരു വാക്യമായിട്ട് ചിന്തിക്കണം. കാരണം നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ആത്മാവാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം ഓർക്കേണ്ടത് അവരുടെ ജഡം രക്ഷിക്കപ്പെട്ടിട്ടില്ല, ആത്മാവ് മാത്രമേ രക്ഷിക്കപ്പെട്ടുള്ളൂ. രക്ഷിക്കപ്പെട്ട ആത്മാവ് രക്ഷിക്കപ്പെടാത്ത ജഡത്തിൽ വസിക്കുമ്പോഴേ ജഡത്തിൻ്റെ പ്രവൃത്തികൾക്ക് എപ്പോഴും അടിമയായി തീരാനായിട്ടുള്ള സാധ്യതകൾ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അതിനെ പ്യൂരിഫൈ ചെയ്ത് മുമ്പോട്ട് നടത്തിക്കൊണ്ട് പോകുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ച് നമ്മളെ മുൻപോട്ട് നടത്തിക്കൊണ്ട് പോകുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംസാരിച്ചപ്പോഴേ പറഞ്ഞാണ്, നമ്മൾ ആത്മാവിലെ സെൻസിറ്റീവ് ആയെങ്കിൽ മാത്രമേ നമ്മൾ പാപം ചെയ്യാതെ നമ്മളെ ജീവിതങ്ങളെ മുമ്പോട്ട് നടത്താനായിട്ട് സാധ്യമാകുള്ളൂ. പാപം ചെയ്യാതെ എന്ന് പറഞ്ഞാൽ വോളണ്ടറി ആയിട്ട് അല്ലെങ്കിൽ വിൽഫുള്ളായിട്ട് പാപത്തിൽ ചാടുന്നതിൽ നിന്ന് ഒഴിവാകാനായിട്ട് പറ്റുള്ളൂ. അറിയാതെ പാപം പലതും ചെയ്യാനായിട്ട് മനുഷ്യർക്ക് സാധ്യമാണ്. അത് ചെയ്യും, അറിയാതെ ചെയ്തു പോകും. അതിൽ നിന്നൊക്കെ ദൈവത്തോടെ നമ്മളെ ഏറ്റുപറഞ്ഞ് ആ പാപത്തിൽ നിന്നൊക്കെയുള്ള വിടുതൽ നമ്മൾ പ്രാപിപ്പാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ആരെങ്കിലും തങ്ങൾക്ക് പാപമില്ല എന്ന് പറയുന്നതിനാൽ കള്ളനാവുന്നു എന്ന് ബൈബിൾ പറയുന്നു. എന്നാൽ കർത്താവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നതിനാൽ, അവൻ്റെ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പ് ഉള്ളതിനാൽ, അവൻ്റെ സന്നിധിയിൽ അവൻ കടന്നു ചെന്ന് നമ്മളെ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുമ്പോഴേ ദൈവം നമ്മളെ ശുദ്ധീകരിക്കുകയും അവൻ്റെ ഫെലോഷിപ്പിലേക്ക് നമ്മളെ തിരിച്ചാക്കുകയും ചെയ്യും എന്ന് നമ്മൾ മറന്നുപോയത്. എന്നാൽ അതുകൊണ്ട് പാപത്തിൻ്റെ പങ്കിലമായിട്ടുള്ള ഈ ലോകത്തിലെ പാപത്തോട് കൂട്ടായ്മയോട് ജീവിക്കുമ്പോഴേ നമുക്ക് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു വോളണ്ടറി ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. നമുക്ക് അതിനൊരു ഫ്രീ വില്ല് തന്നിട്ടുണ്ട്. എന്നാൽ പാപത്തിന് വേണ്ടി നമ്മൾ പോരാടാതെ പാപത്തോട് കോംപ്രമൈസ് ചെയ്ത് നമ്മൾ ജീവിക്കുമ്പോഴേ പിശാചിൻ്റെ അടിമത്വത്തിലേക്ക് വീണ്ടും നമ്മളെ തലയെ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഗ്രാജുവലി ആ സെൻസിറ്റീവ്നെസ് നഷ്ടപ്പെട്ട് അവിടെല്ലാം ഡാർക്കായി തീർന്ന് തേജസ്സിലിരുന്ന കെരൂബ് ആയിട്ടുള്ള ലൂസിഫർ പിന്നീട് അത് ഇരുളിലായി പോയതുപോലെ നമ്മുടെ ജീവിതവും തേജസ്സിൽ നിന്ന് കർത്താവിൻ്റെ പ്രസൻസിൽ നിന്ന് മാറി അന്ധകാരത്തിലേക്ക് പോകുന്നു. അങ്ങനെ ബാക്ക് സ്ലൈഡ് ചെയ്ത് പോയ ഒരുപാട് പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഒരുപാട് പേര് വിട്ടുപോയിട്ടുണ്ട്. പൗലോസ് തന്നെ പറയുന്നുണ്ട്, ദേമാസിനെ എക്സാമ്പിൾ എടുത്ത് പറയുന്നുണ്ട്, അവൻ ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ടുപോയി എന്ന് പറയുന്നു. ദേമാസ് ലോകത്തെ സ്നേഹിച്ച പൗലോസിനെ വിട്ടുപോയി, പൗലോസിൻ്റെ പദ്ധതികളിൽ നിന്ന് വിട്ടുപോയി. പലരും ബാക്ക് സ്ലൈഡ് ചെയ്ത് പോകുന്നതായിട്ട് കാണുന്നു. പിൻപന്മാരായിത്തീരുന്ന കാര്യം കാണുന്നു. വലിയ ലീഡേഴ്സ് പോലും പല പാപത്തിന് അടിമയായി ലോക സ്വഭാവത്തിൽ ആയിപ്പോയിട്ട് അവിടെ മിനിസ്ട്രി യൂസ്ലെസ് ആയി പോകുന്നതായിട്ട് കാണുന്നു. അനേകം ആളുകൾ, പാസ്റ്റേഴ്സ്, അനേകം ലീഡേഴ്സ് തന്നെ നിൽക്കാതെ വീണുപോയി, കോംപ്രമൈസിൽ വീണുപോയി, സെക്ച്വൽ സിൻസിൽ വീണുപോയതായിട്ട് കാണുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളെല്ലാം കാണുന്നത് പൈശാചികമായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് കൊണ്ടാണ് എന്ന് നമ്മൾ മറന്നുപോയത്. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്, നിൽക്കുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. അപ്പോൾ നമ്മൾ ഓരോ പോയിന്റുകളായിട്ട് ഏതൊക്കെ രീതിയിലാണ് പിശാചി നമ്മളെ തെറ്റിച്ചുകൊണ്ട് പോകുന്നത് എന്നുള്ള ചിന്തകളാണ് ഇനിയുള്ള 10-20 എപ്പിസോഡുകളിൽ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഓരോ പോയിന്റുകൾ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണമേ എന്ന് നിങ്ങളോട് പറയുന്നു. ആദ്യം പറയുന്നത് ഫസ്റ്റായിട്ടുള്ളത് കള്ളം എന്നുള്ളതാണ്. നമ്മൾ ജഡത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചല്ല ഇത് പറയുന്നത്. നമ്മൾ ജഡത്തിൻ്റെ പ്രവൃത്തികളെല്ലാം പൈശാചിക പ്രവൃത്തി തന്നെയാണ്. എന്നാൽ അതല്ല ഇവിടെ പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കുക, ഓരോന്ന് സെഗ്രിഗേറ്റ് ചെയ്ത് പറയുകയാണ്. കള്ളം എന്നുള്ളത്. നമ്മളൊരു കള്ളത്തെക്കുറിച്ച് പറയുന്നത് വാൾട്ടർ ലാംഗർ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ പറഞ്ഞിരിക്കുക ഇങ്ങനെയാണ്: ഇഫ് യു ടെൽ എ ബിഗ് ഇനഫ് ലൈ ആൻഡ് ടെൽ ഇറ്റ് ഫ്രീക്വൻ്റ്ലി ഇനഫ് ഇറ്റ് വിൽ ബി ബിലീവ്ഡ്. എന്ന് പറഞ്ഞാൽ ഒരു കള്ളം കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറേ നേരം പറഞ്ഞ് ആ കള്ളം സത്യമായി തീരും എന്നുള്ള. അമേരിക്കൻ സൈക്കോ അനാലിസ്റ്റ് ആയിട്ടുള്ള അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, മൈൻഡ് ഓഫ് അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്ന ഒരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ആ പുസ്തകത്തിനകത്ത് കള്ളങ്ങൾ ഒരുപാട് പറയുന്നുണ്ട്. അങ്ങനെ കള്ളം പറഞ്ഞിട്ട് ആ കള്ളത്തിൽ
ഹിറ്റ്ലറുടെ കാര്യമാണ് പറയുന്നത്. ഹിറ്റ്ലർ ഒരുപാട് കള്ളം പറഞ്ഞത് സത്യമാക്കാനായിട്ടായി അവസാനം അത് സത്യമാക്കുക. നമുക്കറിയാം ഒരു കാര്യം, 2 സാക്ഷികളെ നിർത്തിക്കഴിഞ്ഞാൽ അത് ശരിയാണെന്ന് പറയും. ഇപ്പോൾ നമ്മുടെ ലോകത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ, എസ്പെഷ്യലി ഇന്ത്യയിലെ കേരളത്തിലൊക്കെ ഉള്ള പൊളിറ്റിക്കൽ സിനാറിയോ നമുക്കറിയാമല്ലോ. ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് സമർത്ഥിച്ചുകൊണ്ട് സാക്ഷികളെ നിർത്തി അല്ലെങ്കിൽ എന്തെങ്കിലും അഫിഡാവിറ്റുകൾ കാണിച്ചുകൊണ്ട് അത് പറഞ്ഞിട്ട് അത് സത്യമാക്കി തീർക്കുക. നമ്മൾ പറഞ്ഞ പോലെ ആടിനെ പട്ടിയാക്കി തീർക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഒരു കാര്യം പറഞ്ഞ് സത്യമാക്കി തീർക്കുന്ന ഒരു കാര്യം, പൊളിറ്റിക്കൽ സിനോറിയൽ. അതുപോലെ തന്നെയാണ് നമുക്കറിയാം, ഇപ്പം തന്നെ അടുത്ത കാലങ്ങളിൽ തന്നെ ഹിസ്റ്ററീസ്, അനേകം ആളുകൾ എഴുതിയിരിക്കുന്ന ഹിസ്റ്ററികളാണ്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ അത് എഴുതി തെറ്റാണ്, അത് ഇൻഫ്ലുവൻസ് ചെയ്ത് എഴുതിയാണ്, അത് കള്ളത്തരമാണ്, അത് സത്യം ഇതാണ് എന്ന് പറഞ്ഞിട്ട് അത് റീറൈറ്റ് ചെയ്യുന്ന ഒരു സംഭവം. പാഠപുസ്തകങ്ങളിലൊക്കെയുള്ള ഹിസ്റ്ററികൾ മാറ്റുന്ന ഒരു അനുഭവം കാണുന്നുണ്ട്. പുതിയ ജനറേഷനിലെ ബൈബിള് പഠിപ്പിക്കാൻ വേണ്ടി പുതിയ തിയറികൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ഇപ്പോൾ കാണുന്ന ഏറ്റവും വലിയൊരു പ്രതിഭാസമാണ്. ക്രിസ്ത്യൻ ഫീൽഡിൽ കാണുന്ന ഏറ്റവും വലിയ പ്രതിഭാസം ന്യൂ എർത്ത് തിയറി, എവല്യൂഷൻ, മ്യൂട്ടേഷൻ, കാർബൺ ഡേറ്റിംഗ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ബൈബിളിൽ തിരികെ കയറ്റുക. എന്തിനാണ്? ദൈവത്തെ സഹായിക്കാനായിട്ട്. ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനുഷ്യനെ വിശ്വസിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്നത്തെ സയൻസ് യുഗത്തിൽ. എന്ന് പറഞ്ഞിട്ട് ആളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഇതുകൂടെ അതിനകത്തൊന്ന് ആഡ് ചെയ്യുക. മോട്ടീവ് ശരിയാണ്, എന്താണ്? ദൈവത്തെ വിശ്വസിപ്പിക്കുക, ബൈബിൾ വിശ്വസിപ്പിക്കുക. എന്നാൽ അതിനകത്ത് കുറച്ച് ആഡ് ചെയ്യേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? ഈ പുതിയ തിയറി, ന്യൂ എർത്ത് തിയറി, ബിഗ് ബാങ് തിയറി, എവല്യൂഷൻ, ഈ എവല്യൂഷനൊക്കെ കൊണ്ടുവന്ന് അതിനകത്ത് കയറ്റിയിട്ട്, അല്ലെങ്കിൽ മ്യൂട്ടേഷൻ വന്നിട്ട് സ്പീഷീസ് ചേഞ്ച് ആവുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? അതൊക്കെ ഇന്ന കാലങ്ങളിൽ ചെയ്യുന്നു. എന്ന് വെച്ചാൽ ദൈവവചനം തിരുത്തുവാനായിട്ട് കള്ളം പഠിപ്പിക്കുന്നു, അത് സത്യമാണെന്ന് പഠിപ്പിക്കുന്നു, അതിന് സപ്പോർട്ട് സയൻസിനെ എടുക്കുന്നു. ദൈവവചനത്തിന് എതിരാണ്. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 42 തൊട്ടുള്ള വാക്യം. യേശു അവരോട് പറഞ്ഞത്, ദൈവം നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. ദൈവം നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നതെന്ന് സ്വയമായി വന്നതല്ല, അവൻ എന്നെ അയച്ചതാകുന്നു. എൻ്റെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കാത്തതെന്ത്? എൻ്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സിലാകുക ഉണ്ടത്രേ. നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ. നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അവൻ സത്യമില്ലായകൊണ്ട് സത്യത്തിൽ നിൽക്കുന്നില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അവൻ്റെ അപ്പനുമാകുന്നു. ഞാനോ സത്യം പറയുന്നതുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. ഞാൻ സത്യം പറയുന്നുവെങ്കിൽ നിങ്ങൾ വിശ്വസിക്കാത്ത എന്താ? ദൈവസന്ധതിയായവൻ ദൈവവചനം കേൾക്കുന്നു, നിങ്ങൾ ദൈവസന്ധതി അല്ലാത്തതുകൊണ്ട് കേൾക്കുന്നില്ല. യേശു പറഞ്ഞ ചില സ്റ്റേറ്റ്മെൻറ്റാണ്. അതിനകത്തെ അവസാനത്തെ വാക്യം ഭയങ്കര ശ്രദ്ധേയമാണ്. ദൈവസന്ധതിയായവൻ ദൈവവചനം കേൾക്കുന്നു. ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കാനുള്ള താല്പര്യമുള്ളവർ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ മക്കളല്ലാത്തവർ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ യാതൊരു താല്പര്യമില്ല. 2 കൊരിന്ത്യർ 4:4 പറഞ്ഞ ഈ ലോകത്തിൻ്റെ ദൈവം അവരുടെ ഹൃദയങ്ങളെ കുരുടാക്കി കളഞ്ഞു. അത് ഇനി വീണ്ടും വരുന്നുണ്ട്. അതുകൊണ്ട് പിശാച് അവൻ ഭോഷ്ക് പറയുന്നവനാണ്, ഫാദർ ഓഫ് ലൈസ്. അവൻ ഡിസീവറാണ്, ചതിയവനാണ്. നേരത്തെ പറഞ്ഞാണ്, ആദ്യം മുതൽ കൊലപാതകനാണ്. കൊലപാതകവും കള്ളവും സാത്താൻ മുഖാന്തരം വന്നു. അവനിൽ സത്യമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ അവൻ്റെ പുറകെ പോയാൽ നിങ്ങൾ ദൈവസന്തതിയല്ല. കാരണം നിങ്ങൾ എന്നെ കൊല്ലുവാൻ ഒരുങ്ങുന്നു. യേശുവിനെ കൊല്ലാനായിട്ട് അവർ പ്ലാൻ ഇടുകയാണ്. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ പിതാവ് പിശാചാണ്. കള്ളത്തരം കേൾക്കുകയും അത് എഗ്രി ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ യേശുവിനെ കൊല്ലാനായിട്ട് പിശാചിനുണ്ട്. കള്ളത്തരം കേട്ട് വിശ്വസിച്ച് അത് കൊല്ലാനായിട്ട്, യേശുവിനെ കൊല്ലാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. കള്ളത്തരം ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് കൊലപാതകത്തിനുള്ള ഒരു പ്രേരണ വരുന്നത്.
കാരണം ദേ ആർ മോർ, അവർ പരീശന്മാർ, യഹൂദന്മാർ, അവർ കൂടുതൽ സീൽ ന്യായപ്രമാണത്തിനുണ്ട്. ദൈവം യേശു പറയുന്നതൊന്നും യേശുവിനെ അവർ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. കാരണം യേശുവിൽ വിശ്വസിക്കുന്നില്ല, ദൈവവചനം വിശ്വസിക്കുന്നില്ല. നിങ്ങൾ ചതിക്കപ്പെട്ടു, സകലത്തെയും വഞ്ചിക്കുന്നവരാണ് പിശാചെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഡിസീവിങ് ഓൾ വേൾഡ് ഈസ് കണ്ണിങ്. ആദ്യം തന്നെ പറഞ്ഞ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ, നീ ഇത് കഴിച്ചാൽ മരിക്കുകയില്ല. ദൈവം പറഞ്ഞത് മരിക്കുമെന്നാണ്, എന്നാൽ നീ മരിക്കുകയില്ല. എന്നാൽ എന്ത് സംഭവിച്ചു? ആ കള്ളത്തിൽ വിശ്വസിച്ചു. നമ്മുടെ വല്യമ്മച്ചി വിശ്വസിച്ചു, വല്യപ്പച്ചനും കൊണ്ട് കൊടുത്തു. സോ സ്പിരിച്വൽ ഡെത്ത് ഇമ്മീഡിയറ്റ്ലി, ആത്മീയ മരണം അപ്പം തന്നെ സംഭവിച്ചു. ഫിസിക്കൽ ഡെത്തിൻ്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു. അത് മാത്രമല്ല, ദേ ലോസ് ദ ആക്സസ് ടു ഗാർഡൻ. ആ ഏദൻ തോട്ടത്തിൽ നിന്ന് അവർ പുറത്തായി. ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താകുന്നത് മാത്രമല്ല, ദേ ലോസ് ദ കമ്മ്യൂണിയൻ വിത്ത് ഗോഡ്. ദൈവവുമായിട്ടുള്ള ഫെലോഷിപ്പ് അവർക്ക് നഷ്ടമായി. ദേ കണ്ടിന്യൂസ്ലി സിന്നേഴ്സ്. അവർ തുടർമാനമായി പാപം ചെയ്യാൻ തുടങ്ങി. അവർ ദൈവവുമായിട്ട് റിബല്യസായി. ദൈവവുമായിട്ട് റിബല്യൻ ഉണ്ടാകാനായിട്ട് ഇട വന്നു. ഡിസീവർ, ചതിച്ചതാണ്. ദൈവം പറഞ്ഞ വാക്ക് വിശ്വസിക്കാതെ ചതിച്ചതാണ്. കള്ളം. ഡിസീവ് ദ ഓൾ വേൾഡ്, കണ്ണിങ്, സകലത്തെയും വഞ്ചിക്കുന്നവൻ. ഒരു പാപം ചെയ്യുമ്പോൾ വേറൊരു പാപത്തെ അത് പ്രേരിപ്പിക്കുകയാണ്. ദേ ലോസ് ദ എബിലിറ്റി കൺസിസ്റ്റൻ്റ്ലി. അവർക്ക് പാപം ചെയ്യാനുള്ള പ്രവണത തുടർമാനമായി ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അവർ ദൈവത്തെ അനുസരിച്ചതാണ് ഒരിക്കൽ, എന്നാൽ ഇപ്പം അനുസരിക്കാൻ പറ്റുന്നില്ല. അവർ പാപം ചെയ്തത് മനസ്സിലായി. അവരെന്താ ചെയ്തു? അവർ പോയി ഒളിക്കുന്നതായിട്ട് കാണുന്നു. ദേ ട്രൈ ടു ഹൈഡ് ഫ്രം ദ സിൻ. അവരതിൽ നിന്ന് ഒളിക്കുകയാണ്. മരത്തിൻ്റെ ചവിട്ടിൽ പോയി ആരും കാണാതെ ഒളിച്ചു. ഇൻ അതർ വേർഡ്സ്, അവരും പാപികളായി, കള്ളന്മാരായി തീർന്നു എന്ന് കാണുന്നു. നമ്മൾ സാധാരണ പാപം ചെയ്യുമ്പോഴും ഇത് തന്നെയല്ലേ ചെയ്യുന്നത്? നമ്മൾ ആദ്യം എക്സ്ക്യൂസ് പറയും. ആദാം പറഞ്ഞു ഹവ്വ എനിക്ക് കൊണ്ടു തന്നു. ഹവ്വ പറഞ്ഞു പാമ്പ് എന്നെ ചതിച്ചു. ജസ്റ്റിഫൈങ് സിൻ. നമ്മുടെ നേച്ചറും അത് തന്നെയാണ്. ഇത് കൈമാറ്റപ്പെട്ടു വരികയാണ്. ദാവീദിൻ്റെ സങ്കീർത്തനം 51-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, കൈമാറ്റം ചെയ്തു വരുന്ന പാപത്തിൽ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അതിങ്ങനെ കൈമാറ്റം ചെയ്തു വരികയാണ്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് പൗലോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്നു. റോമർക്ക് എഴുതിയ ലേഖനം. ദൈവത്തെ അന്വേഷിക്കുന്ന ആരുമില്ല. ഭൂമിയിലെ ആദാമ്യ പാപം മുഖാന്തരം ഭൂമിയിലെ മനുഷ്യൻ്റെ അനീതി വർദ്ധിച്ചു വന്നതായിട്ട് നമ്മളെ കാണുന്നു. കാരണം എന്താണ്? ഈ യോഹന്നാൻ 8:44 പറയുന്നത്, അവൻ സത്യമില്ല, കള്ളവും ചതുവുമാണ് എപ്പോഴും ഉള്ളത്. പിശാച് കള്ളത്തരം ചെയ്യുകയും കള്ളത്തെ കൺവിൻസ് ചെയ്യുകയും ചെയ്യുന്ന ആളാണ്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. പിശാച് നമ്മൾ സത്യം മനസ്സിലാക്കിയാലേ കള്ളത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ ആദ്യം അവയെ സൃഷ്ടിച്ചതിന് ശേഷമുള്ള ഡെവലപ്മെൻറ്റിൽ ഞാനിത് വായിക്കുമ്പോഴൊക്കെ വലിയ ക്യൂരിയോസിറ്റിയോട് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യം, ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളും നിരൂപണമൊക്കെ എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്ന് യഹോവ കണ്ടു. ദൈവത്തിൻ്റെ പദ്ധതി മുഴുവൻ ത്രോട്ട് ചെയ്ത്, എന്ന് വെച്ചാൽ ചവിട്ടി തെറിപ്പിച്ച പിശാച്. ഇന്ന് കഴിഞ്ഞിട്ട് താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനുതപിച്ചു, അതവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി. ദൈവം അനുതപിക്കുകയാണ്. എന്തിനാണ്? അവൻ്റെ ഹൃദയത്തിൽ ദുഃഖം വന്നു. എന്തുകൊണ്ടാണ്? ഞാൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കി. നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ച പോലെ ദൈവം പിശാചിനെ ഉണ്ടാക്കാതിരുന്നാൽ പോരായിരുന്നോ എന്ന് നിങ്ങൾ ചിന്തിക്കും. ഇവിടെ ദൈവം അനുദപിക്കേണ്ടതായിട്ടുള്ളൊരു സ്റ്റേജിലേക്ക് വന്നു. മനുഷ്യൻ്റെ അകൃത്യം, മനുഷ്യൻ്റെ ദുഷ്ടത, അവൻ്റെ ഹൃദയവിചാരം, അവൻ്റെ നിരൂപണം,
എല്ലാം ദോഷമുള്ളതായി തീർന്നു. നമ്മൾ നേരെ പോകുന്ന വഴി എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ അത് നേരെ നരകത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. നമ്മൾ ഇപ്പം ഈ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ ഈ വാഴയൊക്കെ നടുമ്പോൾ അതിൻ്റെ കൂടെ ഫിർഡാൻ ഇട്ടില്ലെങ്കിൽ അത് കുരുടിപ്പോവും എന്ന് പറയുന്നത് പോലെ, സാധാരണ ഒരു പയറിട്ട് അത് കിളിച്ചു വന്ന് പയറുണ്ടാകത്തില്ല, അത് കുരുടിപ്പോവും. ലോകമൊക്കെ ശാപഗ്രസ്തമാണ്. അതുപോലെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതിനെ ഒരു മതവുമായിട്ട് ബന്ധപ്പെടുത്താതെ നിങ്ങളതിനെ വളർത്തിക്കൊണ്ട് വന്നാലും അത് നേരെ അതിൻ്റെ ഹൃദയ നിരൂപണങ്ങളെ, ഹൃദയ വിചാരങ്ങളെ എല്ലാം ദുഷ്ടത നിറഞ്ഞതായിട്ട് അത് തെറ്റിലേക്ക് തന്നെ നോർമലായിട്ട് അങ്ങ് പൊക്കോളും. അങ്ങനെയാണ് ലോകം. അവൻ്റെ ഹൃദയത്തിന്, ദൈവത്തിൻ്റെ ഹൃദയത്തിന് ദുഃഖമുണ്ടായി, ഗ്രീവ്ഡ്. അതാണ് പാപം ചെയ്യുമ്പോഴും ഇപ്പം പുതിയ തലമുറ എന്ന് വെച്ചാൽ, പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിലെ വീണ്ടെടുക്കപ്പെട്ട ജനത്തിന് പോലും പാപം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് ഗ്രീവ് ചെയ്യുന്നതായിട്ട് കാണും. ഗ്രീവ് നോട്ട് ദ സ്പിരിറ്റ്. അതുകൊണ്ട് എന്താണ്, കള്ളത്തിൻ്റെ കീഴിലെ ആയിപ്പോകുന്ന മനുഷ്യൻ അറിയാതെ തന്നെ കള്ളത്തിൻ്റെ കീഴിലായിപ്പോവുകയാണ്, പിശാചിൻ്റെ ചതിവിലകപ്പെട്ടു പോവുകയാണ്. ഈ ബാങ്കുകളിലെ നിങ്ങൾക്കറിയാം, കള്ള ബില്ലുകൾ, കള്ള നോട്ടുകളൊക്കെ തിരിച്ചറിയുന്നതിനെക്കുറിച്ച് പഠിപ്പിക്കും. സാറിന് 10 ക്യാരക്ടേഴ്സാണ് നല്ല നോട്ടിൻ്റെ 10 ക്യാരക്ടേഴ്സ് പഠിപ്പിക്കുന്നത്. അത് ഈ 10 നല്ല നോട്ടിൻ്റെ ക്യാരക്ടർ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം വ്യത്യസ്തമായാൽ അതും കള്ളനാണ്. അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അത് ഒത്തിരി കാര്യമുണ്ട്, സെക്യൂരിറ്റി ത്രെഡ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഈ ബില്ലുകൾ, അതുപോലെ ഈ ബില്ലുകൾ ഡ്രോ ചെയ്ത് വരുന്നതുണ്ട്, ബില്ലുകൾസും ഉണ്ട്, അതിനകത്തും കള്ള ബില്ലുകളുണ്ട്. അതുകൊണ്ട് സത്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ കള്ളത്തെ തിരിച്ചറിയാൻ പറ്റും. ഒന്നുകൂടെ ഞാൻ പറയാം, സത്യം ശരിയായിട്ടുള്ളത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ കള്ളമുള്ളതെന്ന് മനസ്സിലാക്കാം. എന്താണ് നമുക്ക് സത്യമായിട്ടുള്ളത്? നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കി, എന്താണ് സത്യമായിട്ടുള്ളത്? ദൈവം സത്യമാണ്. ഗോഡ് ഈസ് ട്രൂത്ത്. യേശുവാണ് പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ദൈവവചനമാണ് സത്യമായിട്ടുള്ളത്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞാണ്, യോഹന്നാൻ 15:3, ഞാൻ സംസാരിച്ച വചനം മുഖാന്തരം നിങ്ങൾ ശുദ്ധിയുള്ളവരായിത്തീരുന്നു. ദൈവത്തിൻ്റെ വചനമാണ് സത്യമായിട്ടുള്ളത്. ദൈവത്തിൻ്റെ വചനത്തിനെതിരായിട്ട് നിൽക്കുന്നതെല്ലാം കള്ളമാണ്. ദൈവത്തിൻ്റെ വചനത്തിനെതിരായിട്ട് എന്ത് പ്രവർത്തിച്ചോ അതെല്ലാം കള്ളമാണ്. അതുകൊണ്ട് we have to take the word of God as serious, and it is the standard for our living. നമ്മുടെ ജീവിതത്തിൻ്റെ സ്റ്റാൻഡേർഡായി തീർന്നു. നമുക്ക് തുടർന്നും ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. പിശാചിൻ്റെ കളവുകളെ മനസ്സിലാക്കുന്നതിന് ദൈവവചനം മനസ്സിലാക്കി അതനുസരിക്കുമ്പോഴാണ് പിശാചിൻ്റെ കളവുകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. ദൈവവചനം എപ്പോഴാണ് നിങ്ങൾ വായിക്കുന്നത്? എപ്പോഴാണ് നിങ്ങൾ പഠിക്കുന്നത്? ആർ വി എ സീരിയസ് സ്റ്റുഡൻറ്റ് ഓഫ് ഗോഡ്സ് വേർഡ്? ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു സീരിയസ് സ്റ്റുഡൻ്റ് ആണോ? നമ്മൾ സീരിയസ് ആയിട്ട് ദൈവവചനം എടുക്കുകയും അത് വായിക്കുകയും അത് ധ്യാനിക്കുകയും അത് മനസ്സിലാക്കുകയും അതനുസരിക്കുകയും ചെയ്യുമ്പോൾ പിശാചിൽ നിന്ന് സക്സസ്, അല്ലെങ്കിൽ അവൻ്റെ വഴികളിൽ നിന്ന് അത് തിരിച്ചറിഞ്ഞ് മാറാനായിട്ട് നമുക്ക് ദൈവം കൃപ തരും. പിശാച് തരുന്ന കള്ളത്തെ മനസ്സിലാക്കാനായിട്ട് ദൈവത്തിൻ്റെ വചനമാണ് അതിന് കാരണം, അതിന് യൂസ്ഫുള്ളായിട്ടുള്ളത് നമ്മൾ മറന്നുപോയി. അതുകൊണ്ട് ആദ്യം ഞാൻ പറഞ്ഞ, പിശാച് നമ്മളെ വഞ്ചിക്കുന്നത് കള്ളം പറഞ്ഞാണ് വഞ്ചിക്കുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് പോയിൻ്റായിട്ട് നമ്മൾ എടുക്കേണ്ടത്, പിശാചിൻ്റെ കള്ളത്തരത്തിൽ ഒരിക്കലും നമ്മൾ ആയിപ്പോകരുത്. ആദാമിനെ ഹവ്വയും കള്ളത്തരത്തിൽ കൊണ്ടുവന്ന് തെറ്റിദ്ധരിപ്പിച്ചെങ്കിൽ, കള്ളത്തരം പറഞ്ഞ് പഠിപ്പിച്ചെങ്കിൽ, ഇന്നത്തെ സമൂഹവും കള്ളത്തിൽ ആനന്ദിക്കുന്ന സമൂഹമാണ്. ഇന്നത്തെ സിസ്റ്റംസ് കള്ളത്തിൽ ആനന്ദിക്കുന്ന സിസ്റ്റംസാണ്. അതുകൊണ്ട് ആ സിസ്റ്റത്തിൽ നമ്മൾ അകപ്പെടാതിരിപ്പാൻ ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുക. പാപം ചെയ്യാതിരിപ്പാൻ അവൻ്റെ വചനത്തെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നതെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പാപം ചെയ്യാതിരിപ്പാൻ ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ ഗൈഡ് ചെയ്യേണ്ടത്. അവൻ്റെ വചനം ഞങ്ങളുടെ കാലുകൾക്ക് ദീപവും പാതയ്ക്ക് പ്രകാശവും ആകുന്നല്ലോ.
തീർച്ചയായും ഇന്നത്തെ ചിന്തകൾ നമുക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ചിന്തിക്കുന്നു. തുടർന്നും നമ്മൾ ഇനിയും തുടർമാനമായി പിശാച് തരുന്ന ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. നമ്മളെല്ലാവരും ഇത് എല്ലാ ദിവസവും 9:30 ഇത് ശ്രദ്ധിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പലതരമായ കള്ളത്തരത്തിൽ ഞങ്ങൾ വീണുപോകുന്ന സാഹചര്യങ്ങളുണ്ടല്ലോ. ശുദ്ധ മനസ്സാക്ഷിയും നിർവ്യാജ്യ സ്നേഹവും ഞങ്ങൾക്ക് കൂടുതലായിട്ട് തരണമേ എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഈ ലോകത്തിൻ്റെ കുടുക്കുകൾ മനസ്സിലാക്കുവാനായിട്ട് പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ നിൻ്റെ വചനങ്ങളെ നിറയ്ക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. നിൻ്റെ വചനം ഉപേക്ഷിച്ചത്, നിൻ്റെ വചനം ധ്യാനിക്കാതെ പോയത് കർത്താവെ, കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പല സമയങ്ങളിൽ നിൻ്റെ വചനത്തെ ഞങ്ങളെ വിട്ടുകളഞ്ഞ് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്ന വചനം സീരിയസ് ആയിട്ട് പഠിക്കുവാനും സത്യം മനസ്സിലാക്കുവാനും ഈ ദിവസങ്ങൾ ഞങ്ങളെ ഇടവരുത്തണമേ. കള്ളതരമായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ സത്യം മനസ്സിലാക്കിയാൽ മാത്രമേ കള്ളത്തെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. പിശാച് കള്ളം കൊണ്ടുവന്ന് ഞങ്ങളുടെ ഉള്ളിലിടുമ്പോഴേ അതിൽ നിന്ന് കർത്താവെ ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. ചില ദുഃഖങ്ങൾ കൂടി കടന്നു പോകുന്ന ചില വ്യക്തികളെ ഇന്ന് ഞങ്ങളെ കണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും വേർപാടിൻ്റെ ദുഃഖത്തിലിരിക്കുന്ന വ്യക്തികൾ, ഇനിയും ഭാവി എന്തായിത്തീരും എന്ന് ഒരുപാട് പ്രയാസപ്പെടുന്ന കുടുംബനാഥൻ ഇല്ലാതെയായിപ്പോയ പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്നു. യേശുവിൻ്റെ നാമത്തിലെ സകല ബുദ്ധിയും കവിയുന്ന സമാധാനം അവിടെ ഹൃദയങ്ങൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ആ ഭവനത്തിലെ നാഥനായിരുന്ന ആളില്ലാതിരിക്കുമ്പോഴേ നീ അവർക്ക് ധൈര്യം കൊടുക്കുകയും വരുമാന മാർഗങ്ങളെ വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അറിയാത്ത വഴിയിൽ നിന്ന് വരുമാന മാർഗം വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിലെ എല്ലാ രീതിയിലും ദൈവത്തിൻ്റെ അനുഗ്രഹം വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ മുഖാന്തരം ഭവനത്തിലെ സ്വസ്ഥതയില്ലാത്ത ചില വ്യക്തികൾ ഇത് ശ്രദ്ധിക്കുന്നു. യേശുവിൻ്റെ നാമത്തിലെ ആ കുഞ്ഞുങ്ങൾക്ക് മാനസാന്തരം വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സത്യം അവർ മനസ്സിലാക്കി തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ വേണ്ടാത്ത തെറ്റിദ്ധാരണയിൽ കൂടി വേണ്ടാത്ത വൈസസിന് അടിമയായി പാപത്തിൽ ജീവിക്കുമ്പോഴേ കർത്താവെ അവരെ നീ മടക്കി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിശാചിൻ്റെ ബന്ധങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ച് അവരെ മടക്കി വരുത്തണമേ. ആ മാതാവും പിതാവും കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കട്ടെ. ദൈവം അവർക്ക് വലിയ വിടുതൽ തരട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ വലിയ മിറക്കിൾ അവരുടെ ജീവിതങ്ങൾ ഉണ്ടാവട്ടെ. ആ കുഞ്ഞുങ്ങളൊക്കെ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞു വരട്ടെ എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ദൈവം എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെല്ലാം നീ അനുഗ്രഹിക്കുന്ന ഓർത്ത് സ്തോത്രം. പ്രാർത്ഥിച്ചവരെല്ലാം വിടുവിക്കുന്ന ഓർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. പിശാച് നമ്മളെ ചതിച്ചുകൊണ്ട് പോകുന്ന വിധങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ന് നമ്മൾ പറഞ്ഞ കള്ളത്തരമാണ്. തുടർന്ന് നാളെയും വേറൊരു ആസ്പെക്റ്റ് നമ്മൾ ചിന്തിക്കുന്നതാണ്. ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. എന്തെങ്കിലും പ്രാർത്ഥിച്ച വിഷയങ്ങൾ ദൈവം വിടുതൽ തന്നിട്ടുണ്ടെങ്കിൽ സ്തോത്രത്തിന് വേണ്ടി നിങ്ങളത് അയച്ചു തന്നാൽ ഞങ്ങൾക്ക് സന്തോഷകരമായിരിക്കും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.